പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ഗവർണർ ഇടഞ്ഞു തന്നെ. പതിനഞ്ചാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിലെ നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കാതെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ വായിക്കാതെ നാടകീയമായിട്ടാണ് ഗവർണർ നിയമസഭയിൽ നിന്ന് മടങ്ങിയത്. നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച നിയമസഭ വീണ്ടും ചേരും. 15ാം കേരള നിയമസഭയുടെ 10ാമത് സമ്മേളനം ആരംഭിക്കുക ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ. രാജ്ഭവൻ കവാടം തുറന്ന് ഗവർണറും വാഹനവ്യൂഹവും പുറത്തേക്ക്. ഗവർണർ നിയമസഭാ കോംപ്ലക്സിൽ ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണനും ഉദ്യോഗസ്ഥരും. മുഖ്യമന്ത്രിയിൽ നിന്ന് ബൊക്കെ സ്വീകരിച്ച് മുഖം കൊടുക്കാതെ ഗവർണർ താൻ നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ആദ്യ സൂചന നൽകി. ഗവർണർ നിയമസഭയ്ക്കുള്ളിലേക്ക്. Honorable Speaker, ചീഫ് മിനിസ്റ്റർ. അഭിസംബോധനയ്ക്ക് പിന്നാലെ 63 പേജുള്ള നയപ്രഖ്യാപനത്തിന്റെ ഒടുവിലത്തെ പാരാഗ്രാഫ് മാത്രം വായിച്ച് പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ സർക്കാരിനോടുള്ള തന്റെ അതൃപ്തിയുടെ ആഴം വെളിപ്പെടുത്തി. സ്പീക്കറുടെ മുഖഭാവം സഭാ ടിവിയുടെ ക്യാമറയിൽ വ്യക്തം. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show. 1 മിനിറ്റ് 20 സെക്കൻഡിൽ ഗവർണർ നയപ്രഖ്യാപനം അവസാനിപ്പിച്ചതിനു പിന്നാലെ സഭയിൽ മുറുമുറുപ്പ്. ഗവർണർ നിയമസഭയ്ക്ക് പുറത്തേക്ക്. ഗവർണറെ അനുഗമിച്ച് മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി വകുപ്പ് മന്ത്രിയും. വാച്ച് ആൻഡ് വാർഡിനും ഉദ്യോഗസ്ഥർക്കുമിടയിലൂടെ മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ കാറിൽ കയറി. ഗവർണറുടെ മുഖത്ത് നിർവികാരത. എന്താണ് സംഭവിച്ചതെന്ന് സാമാജികർക്ക് മനസ്സിലാകുന്നതിനു മുമ്പേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ ബാധ്യത നിറവേറ്റി രാജ്ഭവനിലെത്തി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച് ഗവർണറെ വിമർശിച്ച് വിവാദം ആളിക്കത്തിക്കേണ്ടതില്ല എന്ന് LDF തീരുമാനം. ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതിയെന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുത്തു. ഭരണഘടനാ ബാധ്യത നിറവേറ്റാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള നിയമസഭയെ അവഹേളിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. നവകേരള സദസ്സിന്റെ സമയത്ത് ഗവർണറെ കടന്നാക്രമിച്ച മന്ത്രിമാർ ഇന്ന് നയപ്രഖ്യാപന വിവാദത്തിൽ വിമർശനങ്ങളൊന്നും തൊടുത്തില്ല. ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താണ്, ഭരണഘടനയുടെ അടിസ്ഥാനത്തില ഫെഡറലിസം, ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാടുകളെല്ലാം വരും. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗവർണറുടെ നിലപാടിൽ രാഷ്ട്രീയം കാണേണ്ടെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണർ അങ്ങനെ നടപടി ചെയ്യാൻ അവകാശമുണ്ട്. അതിനപ്പുറമൊന്നും കാണുന്നില്ല. ഇല്ലില്ല, പൊളിറ്റിക്കലായിട്ട് ഈ രീതിയിൽ നിലപാട് മയപ്പെടുത്താൻ കാരണം LDF പാർലമെന്ററി പാർട്ടി യോഗത്തിലെ തീരുമാനങ്ങളാണ്. പ്രസംഗത്തിലെ ഭാഗങ്ങളൊന്നും ഗവർണർ ഒഴിവാക്കിയിട്ടില്ല. സർക്കാരിനെതിരെ ഗവർണർ ഒന്നും പറഞ്ഞതുമില്ല. അതിനാൽ ഗവർണറെ വിമർശിച്ച് വിവാദം ആളിക്കത്തിക്കേണ്ടതില്ലെന്ന് LDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുത്തു. എന്നാൽ EP ജയരാജന്റെ പ്രതികരണം രൂക്ഷമായിരുന്നു. യഥാർത്ഥത്തിൽ ഗവർണർ കേരള ജനതയോടും നിയമസഭയോടും ഭരണഘടനയോടും അനാദരവാണ് കാണിച്ചത്. ഗവർണർ സർക്കാർ പോര് നാടകമെന്ന് ആവർത്തിച്ച പ്രതിപക്ഷം ഗവർണറെയും സർക്കാരിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തുകയാണ്. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത്. ഗവർണറുടെ അതൃപ്തി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണെന്നായിരുന്നു BJPയുടെ പ്രതികരണം. 24, തിരുവനന്തപുരം. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ കേന്ദ്ര നടപടിയിൽ രൂക്ഷ വിമർശനവുമായി നയപ്രഖ്യാപന പ്രസംഗം. എന്നാൽ മറ്റ് വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം മയപ്പെടുത്തിയാണ് നയപ്രഖ്യാപനം. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളും വികസന നേട്ടങ്ങളും ഉയർത്തിക്കാണിച്ചാണ് പ്രസംഗം തയ്യാറാക്കിയത്. സംസ്ഥാന സർക്കാർ പല വെല്ലുവിളികൾ അതിജീവിച്ചാണ് അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചത്. സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട്. ഇതുമൂലമാണ് സംസ്ഥാനത്ത് പണഞ്ഞെരുക്കമുണ്ടായത് എന്നായിരുന്നു വിമർശനം. സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിഭവ സമാഹരണത്തിന് ഗണ്യമായ സ്രോതസ് കേന്ദ്രത്തിനുണ്ട്. സംസ്ഥാനങ്ങൾ അവയുടെ വരുമാനമുണ്ടാക്കാനുള്ള സ്രോതസ്സുകളുടെ പരിമിതി കടന്ന് വികസന ചെലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. ഇത് കാലക്രമേണ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെ പരിമിതപ്പെടുത്തി.
GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ ഗ്രാന്റിൽ വന്ന കുറവും സാമ്പത്തിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചെന്നും വിമർശനം. സംസ്ഥാനത്തിന്റെ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണവും നയപ്രഖ്യാപനത്തിൽ വിമർശന വിധേയമായി. NCERT പാഠപുസ്തക പരിഷ്കരണവും നയപ്രഖ്യാപനത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ മറ്റു വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം മയപ്പെടുത്തി. വംശഹത്യയെ അപലപിക്കുന്നു എന്ന പരാമർശമുണ്ടെങ്കിലും മണിപ്പൂരിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനം. കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനത്തിന് മൂർച്ച പോരെന്ന ആരോപണം ഇതിനോടകം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. കേരളീയവും നവകേരളവും ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികളും പദ്ധതികളും പരാമർശിച്ചു. സർക്കാർ വികസനപാതയിലാണെന്ന് സൂചിപ്പിച്ചായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. 24 തിരുവനന്തപുരം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം സുപ്രീം കോടതി നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. വാദത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയുള്ള അടിയന്തര സാഹചര്യം നിലവിലില്ലെന്നും മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം പ്രശ്നങ്ങളില്ലെന്നും അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വാദിച്ചു. ഹർജി ഉടൻ പരിഗണിക്കണമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജിയിൽ ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. ഹർജി അടുത്ത മാസം 13-ന് പരിഗണിക്കും. ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായി ബീഹാറിൽ വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ. മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDAയിലേക്കെന്ന് സൂചന. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. എല്ലാ JDU MLA-മാരെയും പട്നയിലേക്ക് വിളിപ്പിച്ചതായി വിവരമുണ്ട്. പ്രശ്നപരിഹാരത്തിനായി മഹാസഖ്യത്തിലും തിരക്കിട്ട ചർച്ചകളുണ്ട്. RJD നേതാവ് ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറുമായി സംസാരിച്ചു. എന്നാൽ നിതീഷ് കുമാർ NDAയിലേക്ക് മടങ്ങുമെന്ന റിപ്പോർട്ട് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് തള്ളി. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഒരു രാഷ്ട്രീയ മാറ്റ സൂചന ഉണ്ട്, പക്ഷേ അങ്ങനെയൊന്ന് സംഭവിക്കുമോ ബൽറാം? ഉന്മേഷ്, ബീഹാറിലെ രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. പ്രധാനമായും സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പുരസ്കാരം നൽകിയതിന് ശേഷമുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ അത് ബീഹാറിലെ ഭാവി രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും സൂചനകളുമാണ് പുറത്തുവരുന്നത്. ഈ പുരസ്കാരത്തിന് പിന്നാലെ ഒരു പൊതുചടങ്ങിൽ വെച്ച് നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവിനെ കുടുംബത്തെ കുടുംബ രാഷ്ട്രീയത്തിന്റെ പേരിൽ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. കർപ്പൂരി ഠാക്കൂറും താനും കുടുംബത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയോ നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്ത വ്യക്തികളല്ല എന്നും, എന്നാൽ അത്തരത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന, കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചിലർ നമുക്കൊപ്പമുണ്ട് എന്നുമാണ് നിതീഷ് കുമാർ പറഞ്ഞത്. ഇതിന് മറുപടിയുമായി ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി പൂജാരി എക്സ് അക്കൗണ്ടിലൂടെ രംഗത്ത് വന്നു. കാറ്റ് പോലെ രാഷ്ട്രീയം മാറുന്ന ചില സോഷ്യലിസ്റ്റ് നേതാക്കൾ എന്നാണ് നിതീഷ് കുമാറിനെ രോഹിണി വിശേഷിപ്പിച്ചത്. ഇതുകൂടാതെ സ്വന്തം കുറ്റവും കുറവുകളും മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നേരെ ചെളിയെറിയുകയാണ് നിതീഷ് കുമാർ എന്ന പരാമർശവും നടത്തി. ഇതിനെതിരെ ലാലുവോ തേജസ്വിയോ ഒന്നും പറഞ്ഞില്ലെന്ന വികാരം JDU-വിനുണ്ട്. രോഹിണി തന്നെ പിന്നീട് ആ ട്വീറ്റ് നീക്കം ചെയ്തെങ്കിലും ഇക്കാര്യത്തിൽ നിതീഷിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ 48 മണിക്കൂറിനിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബീഹാറിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. JDU-വിന്റെ എല്ലാ MLA-മാരോടും പട്നയിൽ എത്താൻ ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ JDU വക്താവ് KC ത്യാഗിയുമായി ഫോണിൽ സംസാരിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനിടെ ഗിരിരാജ് സിംഗ് ആണ് ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു BJP നേതാവ്. ബീഹാറിൽ നിന്നുള്ള മുതിർന്ന നേതാവ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞത് നിതീഷ് കുമാറിന് മുന്നിൽ BJP-യുടെ വാതിൽ അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇന്ന് രാത്രി നിർണായകമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളതാ. ബീഹാറിന്റെ ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ഇന്ന് രാത്രി ഡൽഹിയിലെത്തുകയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ബീഹാറിന്റെ അധ്യക്ഷൻ BJP അധ്യക്ഷൻ സാമ്രാട്ട് ചൗധരിയും മുതിർന്ന നേതാവ് സുശീൽ കുമാർ മോദിയും ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നുമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതിനിടെ പ്രശ്നപരിഹാരത്തിനായി ലാലു പ്രസാദ് യാദവ് ഫോണിൽ നിതീഷ് കുമാറുമായി സംസാരിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ പിതാവ് സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസിലെ കുറ്റാരോപിതന് കോടതി നോട്ടീസ് അയച്ചു. നേരത്തെ സർക്കാരും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ മാസം 29-ന് കേസ് ഹൈക്കോടതി പരിഗണിക്കും. 2021 ജൂൺ 30-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്ന് 78 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും 2 വർഷത്തിന് ശേഷം വന്ന വിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രതിയായ അർജുനെ കോടതി വെറുതെ വിട്ടത്.
മസാല ബോണ്ട് കേസിൽ ഇ ഡി സമൻസിന് മറുപടി നൽകാൻ കിഫ്ബിക്ക് ഹൈക്കോടതി നിർദ്ദേശം. ഇ ഡി സമൻസിനെ എല്ലാവരും ഭയപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ച കോടതി അന്വേഷണം തടസ്സപ്പെടുത്തില്ല എന്ന് വ്യക്തമാക്കി. മസാല ബോണ്ട് നിയമപരമാണെന്നും ഇ ഡി പുറത്തുവിട്ടത് രഹസ്യരേഖയല്ലെന്നും മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പ്രതികരിച്ചു. പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ ആവശ്യപ്പെടുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമൻസിന് മറുപടി നൽകാൻ കിഫ്ബിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. എന്തിനാണ് സമൻസിനെ പേടിക്കുന്നതെന്നും രേഖകൾ സമർപ്പിക്കാമെന്നോ ഇല്ലെന്നോ മറുപടി ഇ ഡിക്ക് നൽകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണം പോലും നടത്തുന്നതിൽ നിന്നും ഇ ഡിയെ തടയണമെന്നാണോ കിഫ്ബി പറയുന്നതെന്നും അന്വേഷണം ഒരു ഘട്ടത്തിലും തടസ്സപ്പെടുത്തില്ലെന്നും കോടതി ആവർത്തിച്ചു. ഇതിനിടെ ഇ ഡി അന്വേഷണത്തിനെതിരെ തോമസ് ഐസക് ഇന്നും രംഗത്തെത്തി. ഞങ്ങളുടെ വാദം മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല, ഇറക്കിയത് നിയമപരമായിട്ടാണ്. നിയമലംഘനം ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എന്നാ കഴിയുന്ന വിശദീകരണം കൊടുക്കാം. അതേസമയം സമൻസിലൂടെ ഉപദ്രവിക്കുകയാണെന്നും 6 തവണ സമൻസ് നൽകിയതായും കിഫ്ബി അറിയിച്ചു. ആവശ്യമുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചുവെന്നും സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ വേണമെന്നാണ് നിലവിൽ ഇ ഡി ആവശ്യപ്പെടുന്നതെന്നും കിഫ്ബി വ്യക്തമാക്കി. അന്വേഷണത്തോട് കിഫ്ബി സഹകരിച്ചാൽ കേസ് വേഗം തീർക്കാമെന്നായിരുന്നു ഇ ഡിയുടെ നിലപാട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. രാജ്യം നാളെ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷാ വലയത്തിലാണ്. പരേഡ് നടക്കുന്ന കർത്തവ്യപഥിലും മറ്റിടങ്ങളിലുമായി 14,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഇന്ത്യയിലെത്തി. റിപ്പബ്ലിക് ആഘോഷത്തിന്റെ ഭാഗമായി പഴുതടച്ച സുരക്ഷാ വലയത്തിലാണ് ഡൽഹി. ഒരാഴ്ച മുൻപ് തന്നെ ഡൽഹിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. സേനകളുടെ മാർച്ച് കടന്നുപോകുന്ന കർത്തവ്യപഥ് മുതൽ ചെങ്കോട്ട വരെ കനത്ത സുരക്ഷ. താൽക്കാലിക ബാരിക്കേഡുകളും നിരീക്ഷണ പോസ്റ്റുകളും ഏർപ്പെടുത്തി. കമാൻഡോകൾ, ദ്രുതകർമ്മ സേനാ അംഗങ്ങൾ, സേനയുടെയും പോലീസിന്റെയും നിരീക്ഷണ വാഹനങ്ങൾ എന്നിവ തന്ത്രപ്രധാന മേഖലകളിൽ വിന്യസിക്കും. ഓരോ സോണിനും DCPO, അഡീഷണൽ DCPO നേതൃത്വം നൽകും. ഇന്ന് രാത്രി 10 മണി മുതൽ ഡൽഹി അതിർത്തികൾ അടയ്ക്കും. നാളെ രാവിലെ പുലർച്ചെ തന്നെ അവസാനഘട്ട സുരക്ഷാ പരിശോധന നടത്തും. ഡൽഹിയിൽ ട്രാഫിക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. ഇന്നു രാത്രി 7 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ജയ്പൂരിൽ വിമാനമിറങ്ങിയ ഫ്രഞ്ച് പ്രസിഡന്റിനെ വിദേശകാര്യമന്ത്രി ജയശങ്കറും രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും ചേർന്ന് സ്വീകരിച്ചു. 24, ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. എതിർമുന്നണിക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് കെ എം മാണിക്ക് സ്വന്തം മുന്നണിയിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബാർ കോഴക്കേസിൽ തന്നെ പെടുത്താൻ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ശ്രമിച്ചു എന്നാണ് കെ എം മാണി ആത്മകഥയിൽ പറയുന്നത്. മാണി പറയാത്ത കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളത് എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ബാർകോഴ കേസിൽ തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം വരാനുള്ള കാരണം രമേശ് ചെന്നിത്തലയാണെന്നാണ് ആത്മകഥയിൽ കെ എം മാണി ആരോപിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ സമീപിച്ചു. താൻ അതിന് വില കൽപ്പിച്ചില്ല. ഇതോടെ തനിക്കെതിരായ ഒരു വടിയായി ബാർകോഴ ആരോപണത്തെ രമേശ് ചെന്നിത്തല കണ്ടു. ഇത്തിരി വെള്ളം കുടിക്കട്ടെ, ഒരു പാഠം പഠിക്കട്ടെ എന്ന് രമേശ് മനസ്സിൽ കണ്ടിരിക്കാമെന്നാണ് കെ എം മാണി ആത്മകഥയിൽ പറയുന്നത്. ഇതുൾപ്പെടെ ഉയർത്തിയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. സാധാരണ എതിർ മുന്നണിയിലുള്ളവർ പോലും ചെയ്യാത്ത വിധത്തിൽ സ്വന്തം മുന്നണിയിലുള്ളവർ അദ്ദേഹത്തോട് പെരുമാറിയെന്നതിൻ്റെ വേദന അദ്ദേഹം ഈ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവയിലൂടെ മുന്നണി ബന്ധങ്ങൾ എങ്ങനെയാവരുത് എന്നത് സംബന്ധിച്ച ചില പാഠങ്ങൾ ശ്രീ കെ എം മാണി മുൻപോട്ട് വെക്കുക കൂടിയാണ് ചെയ്യുന്നത്. വസ്തുതകൾ പറയുന്ന ആത്മകഥയിൽ മാണി സാർ ആരെയും വേദനിപ്പിക്കുന്നില്ലെന്ന് ജോസ് കെ മാണി. വസ്തുതകൾ എല്ലാമുണ്ട്, പക്ഷെ ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകില്ല എന്നാണ് സൗമ്യമായി അച്ചാച്ചൻ എന്നോട് പറഞ്ഞത്. ഒരു മകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്താകണം, എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ പുസ്തകത്തിലെ വിമർശനത്തെ തള്ളി രമേശ് ചെന്നിത്തല രംഗത്തു വന്നു. അത് യാഥാർത്ഥ്യം പുസ്തക രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് തരും. അത് പറയാം. അതിപ്പോ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം അത് വായിക്കും. എല്ലാം ആ സമയത്ത് പറയാം, അല്ലേ? രാഷ്ട്രീയത്തിലിറങ്ങാൻ കെ എം മാണി തന്നെ നിർബന്ധിച്ചിരുന്നുവെന്ന് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാരെ ആരെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. UDF-ൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമായിരുന്നു പരിപാടിയിലേക്ക് ക്ഷണം. 24, തിരുവനന്തപുരം.
ബീഹാറിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ്. മുതിർന്ന JDU നേതാക്കൾ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിൽ, ഒപ്പം RJDയുടെ ഉന്നതതല യോഗം റാബ്രി ദേവിയുടെ വസതിയിൽ പുരോഗമിക്കുന്നുവെന്ന് ബൽറാം തൊടിങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബീഹാറിൽ വയനാട് പുൽപ്പള്ളിയിൽ ഭാര്യയും ഭർത്താവും ഷോക്കേറ്റ് മരിച്ചു. പുൽപ്പള്ളി സ്വദേശി ശിവദാസൻ, ഭാര്യ സരസമ്മ എന്നിവരാണ് മരിച്ചത്. കുടിവെള്ളത്തിനായുള്ള മോട്ടറിന്റെ വൈദ്യുതി ബന്ധം ശരിയാക്കുമ്പോഴാണ് ഷോക്കേറ്റത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിവരങ്ങൾ. ഉന്മേഷം ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കുടിവെള്ളത്തിനായുള്ള മോട്ടോറിലേക്ക് കണക്ഷൻ ശരിയാക്കുന്നതിനിടെ ഷോക്കേറ്റാണ് ദേവനാഥനും വീട്ടമ്മയും മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാപ്പിസെറ്റ് ചെത്തിമറ്റം പുത്തൻപുരയിൽ ശിവദാസൻ, 62 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. അദ്ദേഹത്തിന്റെ ഭാര്യ സരസമ്മ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ തകരാറിലായതിനെ തുടർന്ന് ഇതിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ ശരിയാക്കുന്നതിനിടെയാണ് അബദ്ധത്തിൽ ഷോക്കേറ്റതെന്നാണ് വിവരം ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇവരുടെ കരച്ചിൽ കേട്ട് സമീപവാസികൾ ഓടിയെത്തി ഇരുവരെയും പുൽപ്പള്ളിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. സരസമ്മ മരിച്ചു. തുടർന്ന് ശിവദാസനെ സുൽത്താൻ ബത്തേരിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുന്ന വഴിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മകൻ ആകേഷ് ആണ്, മരുമകൾ രാജിയാണ്. എന്തായാലും ഈ മേഖലയിൽ സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം UDF ഉഭയകക്ഷി ചർച്ചയിലാണ് ആവശ്യമുന്നയിച്ചത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് മുസ്ലിം ലീഗും ആവശ്യപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നാണ് UDF ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിരുന്നു ഇന്നത്തെ ചർച്ച. കോട്ടയം സീറ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ടതാണെന്ന് ചർച്ചയിൽ PJ ജോസഫ് അറിയിച്ചു. സീറ്റിന്റെ കാര്യം പരിഗണിക്കാമെന്ന് UDF നേതാക്കൾ ഉറപ്പ് നൽകി. എന്നാൽ വിഷയത്തിൽ അന്തിമ തീരുമാനമായില്ല. വീണ്ടും ഒരിക്കൽ കൂടി ജോസഫ് വിഭാഗവുമായി ചർച്ച നടത്തും. ഈ മാസം 29-നാണ് മുസ്ലിം ലീഗുമായുള്ള ചർച്ച. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ വയനാട് സീറ്റ് ആവശ്യപ്പെടാനാണ് ലീഗിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ 2 സീറ്റിൽ തൃപ്തരാകും. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ചർച്ച നീളും. 30-നാണ് RSPയുമായുള്ള ചർച്ച. കൊല്ലം സീറ്റ് ഇത്തവണയും RSPക്ക് തന്നെ നൽകും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായും 30-ന് ചർച്ച നടത്തും. കേരള ഡെമോക്രാറ്റിക് പാർട്ടി JSS എന്നിവരുമായി 31-നാണ് ചർച്ച. ഫെബ്രുവരി 1-ന് CMB, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഈ പാർട്ടികളുമായി ജില്ലകളിലെ പ്രശ്നങ്ങളാകും ചർച്ച ചെയ്യുക. എളുപ്പത്തിൽ ചർച്ച പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും. 24 തിരുവനന്തപുരം. ഗൂഡല്ലൂർ ബത്തേരി റോഡിൽ നെല്ലാങ്കോട്ടയിൽ പരിഭ്രാന്തി പരത്തി കാട്ടാന. ഇന്ന് രാവിലെ 10 മണിക്കാണ് റോഡിൽ കാട്ടാന ഇറങ്ങിയത്. തൃശൂർ പട്ടിക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് പരുക്കേറ്റു. നീലഗിരി നെല്ലാങ്കോട്ടയിൽ രാവിലെ 10 മണിയോടെയാണ് സംഭവം. റോഡിലെത്തിയ കാട്ടാന ബൈക്കിനും പിക്കപ്പ് വാനും നേരെ പാഞ്ഞെടുത്തു. തൈപ്പൂയ ഉത്സവമായതിനാൽ ഇന്ന് സർക്കാർ അവധിയായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നില്ല. പ്രദേശത്ത് തിരക്ക് കുറവായിരുന്നതിനാൽ വലിയ അപകടമൊഴിവായി. ഏറെ നേരം പരിഭ്രാന്തി പരത്തിയ ശേഷം ആന കാട്ടിലേക്ക് കയറിപ്പോയി. നേരത്തെയും ഈ മേഖലയിൽ വന്യജീവികൾ ഇറങ്ങുന്ന പതിവുണ്ട്. ഇതാണ് നമ്മളെ സാധനം. തൃശൂർ പട്ടിക്കാട് റേഞ്ചിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ഫോറസ്റ്റ് വാച്ചർ ആന്റോ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ഇന്ന് രാവിലെ 9 മണിക്ക് ഫയർലൈൻ ജോലിക്ക് കാട്ടിലെത്തിയതായിരുന്നു 8 സ്ത്രീകളും 4 പുരുഷന്മാരും അടങ്ങുന്ന സംഘം. ഇതിനിടെയാണ് ആനയുടെ ആക്രമണം. പണിക്കാർ ചിതറിയോടിയ പെണ്ണുങ്ങൾക്ക് സാരമായ പരിക്കുകളുണ്ട്. അവർ വീഴുകയും കയ്യും കാലും പൊട്ടുകയും ഒരയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എത്താനുള്ള സമയം 3/4 മണിക്കൂറോളം എടുത്തെങ്കിലും അവർ ഉടനെ തന്നെ എത്തിയായിരുന്നു. എന്തായാലും എല്ലാ പെണ്ണുങ്ങളെയും സ്വസ്ഥമായി പുറത്തിറക്കി അവർ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരുക്കേറ്റു. 24 വയനാട്. പത്തനംതിട്ട കുമ്പഴയിൽ വന്യജീവി ആക്രമണത്തിൽ വയോധികന് ഗുരുതര പരിക്ക്. പനന്തോപ്പ് സ്വദേശി ഗോപാലനാണ് പരിക്കേറ്റത്. കരടിയുടെ ആക്രമണത്തിലാണ് പരിക്കേറ്റത് എന്ന് നാട്ടുകാർ ആരോപിച്ചു. അതേസമയം വയനാട്ടിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കരടിയെ 4-ാം ദിവസം വനംവകുപ്പ് കാട്ടിലേക്ക് തുരത്തി. രാവിലെ 7:30യോടെയാണ് കുമ്പഴയിൽ ഗോപാലനെ വന്യജീവി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കരടിയാണോ ആക്രമിച്ചതെന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. സംഭവ സമയം കരടിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയെ കണ്ടവരുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ധാരാളമായി കാട്ടുപന്നികളെ കണ്ടുവരുന്ന പ്രദേശമാണ് പനന്തോപ്പ്. കരടിയെ കണ്ടെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ പരിശോധന തുടരുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. അതേസമയം വയനാട്ടിൽ കരടിയെ 4-ാം ദിവസം കാടുകയറ്റാനായി. ഇന്നലെ രാത്രി 9:30യോടെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പ പാലത്തിലാണ്
കരടിയെ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പിന്നീട് ചെഞ്ചടി ഭാഗത്തെ തോട്ടത്തിലൂടെ കരടിയെ കാട്ടിലേക്ക് കയറ്റിവിടുകയായിരുന്നു. ഇതിനകം 70 കിലോമീറ്ററോളം ദൂരമാണ് കരടി സഞ്ചരിച്ചത്. മാനന്തവാടി നഗരസഭ, എടവക, വെള്ളമുണ്ട, പനമരം പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയിൽ കരടിയെത്തി. ചില വീടുകളിൽ കരടി കയറിയെങ്കിലും ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാതിരുന്നതിന്റെ ആശ്വാസത്തിലാണ് വനംവകുപ്പ്. 24 വയനാട്, പത്തനംതിട്ട. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ഫ്ലവേഴ്സ് 1 കോടി ഇമ്പാക്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതോടെ ദയാവധത്തിന് അനുമതി തേടിയ ജോഷി ആന്റണിക്ക് പണം തിരികെ നൽകും. മുഴുവൻ തുകയും നൽകാൻ ബാങ്ക് അധികൃതർക്ക് മന്ത്രി VN വാസവൻ നിർദ്ദേശം നൽകി. ഫ്ലവേഴ്സ് 1 കോടിയിൽ ദുരവസ്ഥ വിവരിച്ച് ജോഷി ആന്റണി പങ്കെടുത്തതിന് പിന്നാലെയാണ് ഇടപെടൽ. തന്റെ കുടുംബാംഗങ്ങൾ നിക്ഷേപിച്ച തുകയടക്കം തിരികെ ലഭിക്കണം എന്ന് ജോഷി ആന്റണി പ്രതികരിച്ചു. ഫ്ലവേഴ്സ് 1 കോടി ഇമ്പാക്ട്. ജോഷി ആന്റണി, വയസ്സ് 53, 2 തവണ തലയിൽ ട്യൂമർ, 20 കൊല്ലത്തിനിടെ 21 ശസ്ത്രക്രിയകൾ. രോഗങ്ങളെ മനോധൈര്യം കൊണ്ട് നേരിട്ടപ്പോൾ തളർത്തിയത് കരുവന്നൂർ സഹകരണ ബാങ്ക്. ജീവിത സമ്പാദ്യമായ 84 ലക്ഷം രൂപയാണ് ജോഷി ആന്റണിക്ക് കരുവന്നൂരിൽ നഷ്ടമായത്. ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ദുരിതക്കയത്തിൽ മുങ്ങിയ നിമിഷത്തിലാണ് ദയാവധത്തിന് അഭ്യർത്ഥിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചത്. ഈ കഥ മുഴുവൻ ഫ്ലവേഴ്സ് 1 കോടിയിൽ ജോഷി വിവരിച്ചു. നുണകളാണ് പടച്ചുവിടുന്നത്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, എൻ്റെ തൊട്ട വീട്ടിലത്തെയാണ്. അദ്ദേഹത്തിന് 2019 ഡ്യൂ ആയി കിടക്കുന്ന പൈസ നിങ്ങൾ പുതുക്കിയിട്ടില്ല, 2019 ബേസ് എമൗണ്ട് തരാം മേടിച്ചിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ആൾ പറഞ്ഞു ശരി, പൈസ ഇപ്പോൾ പലിശ പൊക്കോട്ടെ, ഉള്ളത് ഇതാ. ഇങ്ങനെയാണ് പലരും പൈസ മേടിച്ചിട്ട് പോണത്. ആ കൊള്ളയാണ് നടക്കുന്നത്. സർക്കാർ നിശ്ചയിച്ച അഡ്മിനിസ്ട്രേറ്റർ വിഷയത്തിൽ ഇടപെടുമെന്ന് അവതാരകനും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. താങ്കൾക്ക് കുടുംബവും എല്ലാവരും ആൾക്കാർ പറയുന്ന 2 മക്കൾ പഠിക്കുന്നു, അവരുടെ ജീവിത സാഹചര്യം അതെല്ലാം പരിഗണിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കൂടി ഇതിൽ നിന്ന് ഇടപെടാനൊരു അവസരം താങ്കൾ തരിക. തൊട്ടു പിന്നാലെ ജോഷി ആന്റണിക്ക് മുഴുവൻ പണവും തിരിച്ചു നൽകുമെന്ന് മന്ത്രി VN വാസവൻ. ഏതാണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള 23 ലക്ഷം രൂപയാണ്. അത് പൂർണ്ണമായി കൊടുക്കാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. നേരത്തെ 15 ലക്ഷം രൂപ കൊടുത്തിരുന്നു എന്നപ്പോൾ കൺവീനർ ഇങ്ങോട്ട് പറഞ്ഞു. ബാക്കി എത്രയാണോ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് ചികിത്സയ്ക്ക് വേണ്ടി അത് കൊടുക്കണം. ആ കാര്യത്തിൽ ഒരു ലോഭവും വരുത്താതെ ബാങ്ക് ചെയ്യും, അങ്ങനെയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് അധികൃതരെ വിശ്വാസമില്ലെന്നും കുടുംബാംഗങ്ങൾ നിക്ഷേപിച്ച തുകയടക്കം തിരികെ ലഭിക്കണമെന്നും ജോഷി ആന്റണി പ്രതികരിച്ചു. സഹകരണ ബാങ്കിനെ, കരുവന്നൂർ ബാങ്കിനെ 1 രൂപയ്ക്ക് വിശ്വാസമല്ലേ? എൻ്റെ കുടുംബത്തിനും മൊത്തം അവർ വാഗ്ദാനം ചെയ്താൽ 23 ലക്ഷം രൂപ. ഇവരെങ്ങനെ കണക്കുണ്ടാക്കണം? എൻ്റെ മുകളിൽ ഞാനൊരു അക്കൗണ്ടൻ്റാണ്, എൻ്റെ കയ്യിൽ കണക്കുണ്ട്, കൃത്യമായിട്ട് ഇന്ന് വരെയുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട്. വൈകാതെ മുഴുവൻ തുകയും തിരികെ നൽകാനാണ് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർക്ക് മന്ത്രി VN വാസവൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ലോങ് ലൈഫ്. കാലങ്ങളോളം നിൽക്കും.